ധാരണയിലെത്താനാകാതെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗങ്ങളുടെ തുടർ ചർച്ച. ഇന്നലെ ചേളാരിയിൽ നടന്ന ചർച്ചയിൽ ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവടക്കം 2 പേർ മാത്രമാണ് പങ്കെടുത്തത്. പല കാര്യങ്ങളിലും അന്തിമ തീരുമാനം പറയാനാകില്ലെന്ന് ഹമീദ് ഫൈസി അറിയിച്ചു. ചർച്ച തുടരാനും തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടെ മധ്യസ്ഥതയിൽ കോഴിക്കോട് നടന്ന ചർച്ചയിലാണ് 2 വിഭാഗങ്ങളിലെ നേതാക്കൾ മാത്രം ഇരുന്ന് വിഷയാടിസ്ഥാനത്തിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് ഇന്നലെ ചേളാരിയിൽ ആദ്യ ചർച്ച നടന്നു. പുത്തനഴി മൊയ്തീൻ ഫൈസി, യു ഷാഫി ഹാജി, സമദ് പൂക്കോട്ടൂർ, മലയം അബൂക്കർ ഫൈസി, നാസർ ഫൈസി കൂടത്തായി തുടങ്ങി ലീഗ് അനുകൂല വിഭാഗത്തിലെ പ്രധാന നേതാക്കളെല്ലാം ചർച്ചയ്ക്കെത്തി. എന്നാൽ ഹമീദ് ഫൈസി അമ്പലക്കടവും മറ്റൊരു നേതാവും മാത്രമാണ് ലീഗ് വിരുദ്ധ വിഭാഗത്തെ പ്രതിനിധീകരിച്ചെത്തിയത്. സമസ്ത സമ്മേളന സ്വാഗത സംഘത്തിലെ തുല്യ പങ്കാളിത്തം, സുപ്രഭാത മാനേജ്മെന്റ് എഡിറ്റോറിയൽ വിഭാഗങ്ങളിലെ പങ്കാളിത്തം, സാദിഖലി തങ്ങളുടെ മുഷാവറയിലെ പ്രത്യേക ക്ഷണിതാവസ്ഥാനം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ലീഗ് അനുകൂല വിഭാഗം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അവയിലൊന്നും പൊതുവായ തീരുമാനം പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് അറിയിച്ചു. ഇതേ തുടർന്ന് ഒരു വിഷയത്തിലും അന്തിമ ധാരണയിലെത്താതെ യോഗം പിരിഞ്ഞു. പ്രധാന നേതാക്കളുടെ പങ്കാളിത്തത്തോടെ വീണ്ടും യോഗം ചേരാനും തീരുമാനിച്ചു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.